ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. 1 യോഹന്നാൻ 2:2. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചുവെന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ വചനമെടുത്ത് വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പറയുന്നു: എല്ലാത്തിൻ്റെയും ആരംഭം എന്നുള്ളതല്ല, ആദി അന്തമെന്ന യേശുക്രിസ്തുവിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹെബ്രായർ ലേഖനത്തിൽ നമ്മളിത് മനസ്സിലാക്കുന്നു. ക്രിസ്തുവിലും ക്രിസ്തുവിനു വേണ്ടിയും ക്രിസ്തുവിനാലുമാണ് ദൈവം ലോകം മുഴുവൻ സൃഷ്ടിച്ചത്. കാരണം അവനാണ് എല്ലാത്തിൻ്റെയും ആദി കാരണം. അതുകൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് അവൻ പരിഹാര ബലിയാവുന്നത്. സഭയുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് അവൻ മാത്രമാണ് പരിഹാര ബലി. മറ്റൊരുവൻ്റെ വസ്തുക്കൾ മോഷ്ടിക്കുന്നവനെ പോലെയല്ല. അവൻ തൻ്റെ വസ്തുക്കൾ മറ്റൊരുവൻ അപഹരിച്ച സ്ഥലത്തു നിന്നും തൻ്റെ ശരീരരക്തങ്ങൾ പരിഹാരമായി നൽകിക്കൊണ്ട് തിരികെ നേടിയെടുക്കുന്ന ഉടമസ്ഥനെ പോലെയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും പാപങ്ങൾക്ക് അവൻ മാത്രമാണ് പരിഹാര ബലിയായി തീരുന്നത്. 1 യോഹന്നാൻ 2:2. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്.